ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായി ഇരിക്കുന്നോ? അപ്പോൾ ഇന്ന് ഞാൻ ഊണിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് മോരുകറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൂടി ഒന്ന് കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ നമ്മൾ ബീട്രൂട്ടിൻ്റെ പല രീതിയിലുള്ള കറികൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്, കഴിച്ചിട്ടുമുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നത് പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഉണക്കമീനും പപ്പടവുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. മോരുകറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് ചേർക്കാം. കുട്ടികൾക്ക് കൊടുക്കുന്ന കാരണം ഞാനിവിടെ ചെറിയ അരിയുന്നത്. പിന്നെ തൈര്. ഒരു പാൻ ചൂടാകാൻ വെക്കാം. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കടുക്, അതുപോലെ 1 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ബീട്രൂട്ട് കൂടി ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സിമ്മിലാക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് തൈര് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം പുളിയുള്ള തൈരാണ്. നമുക്ക് മോരിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ടിൽ ഓൾറെഡി ഉപ്പ് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഉപ്പ് പാകത്തിനുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മോരുകറി തിളക്കരുത്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒന്ന് ചൂടായാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾക്ക് തേങ്ങ കൂടി അരച്ച് ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പിരിഞ്ഞു പോകുന്നതിനുള്ളിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ബീട്രൂട്ട് ചേർത്ത മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ അടുത്ത തവണ ബീട്രൂട്ട് വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.